കോൺഗ്രസ് വക്താവ് ശ്രീ സന്ദീപ് വാര്യർ ചേർന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഇത് ഈ കേന്ദ്ര സർക്കാരിനെതിരെ പല വിഷയങ്ങളിലും കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ശശി തരൂർ എംപിയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരുന്നത്. കോൺഗ്രസിന്റെ ആശ്രമങ്ങളെയൊക്കെ പിന്നോട്ടടിക്കുന്നല്ലേ ശ്രീ സന്ദീപ് വാര്യർ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഒന്ന്, ഇതിൽ രണ്ട് തരത്തിൽ ഇതിനെ കാണണം. ഒന്ന്, നരേന്ദ്രമോദി ഏതെങ്കിലും തരത്തിൽ പുതുതായിട്ടൊരു വിദേശ നയം ഇക്കാര്യത്തിൽ സ്വീകരിച്ചു എന്ന് തോന്നുന്നില്ല. നേരത്തെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളതും നെഹ്റുവിന്റെ കാലം മുതൽക്ക് തുടർന്നു വരുന്നതുമായിട്ടുള്ള ചേരിചേരാ നയത്തിൽ വ്യത്യസ്തമായിട്ട് എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ളത്? ഇതിൽ മാത്രമല്ല, നരേന്ദ്രമോദിയുടെ വിദേശ നയം പൂർണ്ണമായിട്ടും ഇവിടെ സംഘപരിവാറിന്റെ ആളുകളും ഇപ്പോ BJPയുടെ നേതാക്കന്മാരും ഒക്കെ പലപ്പോഴും പറയുന്ന പല കാര്യങ്ങൾ, വിദേശ നയവുമായി ബന്ധപ്പെട്ട് പറയുന്ന പല കാര്യങ്ങൾ, ഉദാഹരണം ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇവിടെ ഇസ്രായേലിന് അനുകൂലമായിട്ടൊക്കെ വലിയ പ്രചരണം നടത്തുമ്പോഴും പലസ്തീൻ വിരുദ്ധതയൊക്കെ പറയുമ്പോഴും രാജ്യം സ്വീകരിക്കുന്ന പൊതു നിലപാട് നെഹ്റുവിന്റെ കാലം തൊട്ട് ഇന്ത്യ തുടർന്നു പോരുന്ന ചേരിചേരാ നയം തന്നെയാണ്. അപ്പോൾ രാജ്യം തുടർന്നു പോരുന്ന ഒരു പൊതു വിദേശ നയത്തിന് വിഭിന്നമായി ഏതെങ്കിലും ഒരു നിലപാട് ഇക്കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മോദി ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായി ഇക്കാര്യത്തിൽ ഒരു പുതിയ നിലപാട് സ്വീകരിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് അംഗീകാരം കിട്ടി എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. രണ്ട്, ഇതേ നിലപാട് തുടരുന്ന കാലഘട്ടത്തിലും മറ്റ് എല്ലാ പ്രധാനമന്ത്രിമാർക്കും ഇതുപോലെയുള്ള അംഗീകാരം ലോകത്ത് എല്ലായിടത്തും ലഭിച്ചിട്ടുണ്ട്. മറ്റ് പല സംഘർഷങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ ഇന്ത്യക്ക് രണ്ട് പക്ഷവുമായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും രണ്ട് പക്ഷവുമായി അടുത്ത് നിൽക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോ വലിയ തോതിൽ ശീതയുദ്ധം നിലനിന്നിരുന്ന കാലഘട്ടത്തിലും രണ്ട് വിഭാഗവുമായും ഒരുപോലെ നയതന്ത്ര ബന്ധം പുലർത്താനും, രണ്ട് രാജ്യങ്ങളുമായും US-ഉമായും USSRമായും ഒരുപോലെ നയതന്ത്ര ബന്ധം പുലർത്താനും അവരുമായി സംസാരിക്കാനും ഒക്കെയുള്ള ഒരു വലിയ വാതായനം ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടായത് നെഹ്റു മുന്നോട്ട് വെച്ചിട്ടുള്ള ചേരിചേരാ നയത്തിന്റെ ഗുണപരമായിട്ടുള്ള ഫലമാണ്. അപ്പൊ അതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് ഈ റഷ്യ-ഉക്രൈൻ വാറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയും രണ്ട് പക്ഷത്ത് നിൽക്കുന്നത് ആരാണ്? ഒരു വശത്ത് നാറ്റോ നിൽക്കുന്നു, USA-യുടെ നേതൃത്വമുള്ള നാറ്റോ നിൽക്കുന്നു. മറുവശത്ത് പഴയ USSRന്റെ ഭാഗമായിട്ടുള്ള റഷ്യ നിൽക്കുന്നു. പഴയ ഒരു യുദ്ധത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണല്ലോ ഇപ്പൊ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നയം എന്ന് പറയുന്നത് ഇന്ത്യ കാലങ്ങളായി തുടർന്നു പോരുന്ന നെഹ്റുവിന്റെ കാലത്തുള്ള നെഹ്റു തുടങ്ങി വെച്ചിട്ടുള്ള ചേരിചേരാ നയമാണ് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു മാറ്റവും വിദേശ നയത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇവിടെ അവകാശപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇസ്രായേൽ പലസ്തീൻ വിഷയം നിങ്ങൾ ഉദാഹരണം എടുത്തു ചോദിക്കൂ. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലുമായി അടുപ്പം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇസ്രായേലിന്റെ ഗാസയിൽ നടത്തിയിട്ടുള്ള അക്രമത്തെ ഒന്നിലധികം തവണ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഇന്ത്യ ശക്തമായി തള്ളിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഗാസയ്ക്കൊപ്പമാണ് എന്ന നിലപാടാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ പുറമേക്ക് ഇവിടുത്തെ ഈ സംഘപരിവാറിന്റെ ഹിന്ദുത്വവാദികളുടെ ഒക്കെ കയ്യടി കിട്ടാൻ വേണ്ടി ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുമ്പോഴും രാജ്യം സ്വീകരിക്കുന്ന നിലപാട് മോദി ഭരിക്കുമ്പോഴും അത് പലസ്തീനൊപ്പമാണ് എന്ന് കാണാതെ പോയിക്കൂടാ. പക്ഷേ ശ്രീ സന്ദീപ് വാര്യർ, ഒരു കാര്യമുള്ളത്, ഇതിപ്പോൾ നമ്മൾ നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയോടൊക്കെ വിഷയത്തിൽ അഭിപ്രായം തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടല്ല എന്നാണ്. അപ്പോൾ താങ്കൾ പറയുന്ന ഈ അഭിപ്രായത്തിന് കോൺഗ്രസിൽ ആ നിലയ്ക്കൊരു സ്വീകാര്യതയില്ല, കോൺഗ്രസ് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്നാണോ ശ്രീ സന്ദീപ് വാര്യർ? ഞാൻ പറഞ്ഞത് മോദിയെ പ്രശംസിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യം ഈ നിലപാടുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് കരുതുന്നില്ല. കോൺഗ്രസിന് അങ്ങനെ നിലപാടില്ലല്ലോ. ശരി. മോദിയെ പ്രശംസിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു നരേന്ദ്രമോദി പ്രത്യേകമായി പ്രശംസ അർഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നില്ല. മറുവശത്ത് രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള വിദേശ നയത്തെ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ആ പൊതുവായ വിദേശ നയത്തിനൊപ്പം എല്ലാ കാലത്തും പ്രതിപക്ഷം എന്ന നിലയ്ക്ക്, ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കോൺഗ്രസ് നിന്നിട്ടുണ്ട്. അത് കോൺഗ്രസ് പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തം കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറം പ്രധാനമന്ത്രി ഏതെങ്കിലും പുതിയ ഒരു നയം സ്വീകരിച്ചതിന്റെ പേരിൽ ലോകത്ത് ആകമാനം അംഗീകാരം കിട്ടി എന്നൊരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിനോട് കോൺഗ്രസ് പാർട്ടിക്ക് യോജിപ്പില്ല. അത് തെറ്റാണ്. വാസ്തവത്തിൽ ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നയതന്ത്രപരമായി ഇതുപോലെ ഒറ്റപ്പെട്ട മറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യ താരിഫ് ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തുന്നു. തുടർന്ന് അമേരിക്ക ഉത്പാദിപ്പിക്കുന്ന സ്കോച്ച് വിസ്കിയുടെ താരിഫ് താഴ്ത്തി കൊടുക്കുന്ന അവസ്ഥയിലേക്ക്, ഗതികെട്ട അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. ഇവിടെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങൾ ബംഗ്ലാദേശിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും നേപ്പാളിലും ഒക്കെയുള്ള ഇന്ത്യയുടെ സുഹൃത്ത് ഗവൺമെന്റുകൾ മുഴുവൻ ഇല്ലാതായിരിക്കുന്നു. ഈ സാഹചര്യമൊക്കെ എങ്ങനെ ഉണ്ടായി? മാലിദ്വീപ്സ് പോലെ രാജ്യത്ത് പോലും എങ്ങനെ സാഹചര്യം ഉണ്ടായി? വ്യക്തമാണ് ശ്രീ സന്ദീപ് വാര്യർ.